തനിമയിലേക്ക് എന്ന പഠന കൂട്ടായ്മയിൽ എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുതിയ ദിവസം, പുതിയ ആഴ്ചവട്ടം നമുക്കേവർക്കും അനുഗ്രഹത്തിൻ്റെയും ദൈവത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിൻ്റെയും ഒരു കാലഘട്ടം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആർ? അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആർ? ദൈവത്തിൻ്റെ സർവാധിപത്യത്തെ, നിത്യതയെ, അനശ്വരത്വത്തെ നാം ധ്യാനിച്ച് നാം എത്ര നിസ്സാരന്മാരാകുന്നു എന്ന് ഓർത്ത് നമ്മെ തന്നെ വിനയപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത തിരുവചനം നമ്മളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിപ്പിച്ചും ഓർമ്മിപ്പിച്ചും കൊണ്ടിരിക്കുക. കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളും ഈ സത്യം പലപ്പോഴും നമ്മെ ഓർപ്പിക്കുന്നു. മാധ്യമങ്ങൾ വഴി ലോകത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അനേക കാര്യങ്ങളെയും അനേക സംഭവങ്ങളെയും നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ക്ഷണികം മാത്രം, അല്പകാലത്തേക്ക് മാത്രം. മനുഷ്യൻ എത്ര ഉന്നതനാണെന്ന് ഗ്രഹിച്ചാലും ചിന്തിച്ചാലും മനുഷ്യൻ്റെ സാങ്കല്പിക ഔന്നത്യം ഇത്രക്കേ ഉള്ളൂ എന്നുള്ളത് അനുഭവങ്ങളിൽ കൂടെ, ലോക ചരിത്രത്തിൽ കൂടെ, പുരാതന കാലം മുതലുള്ള ചരിത്രത്തിൽ കൂടെ മനുഷ്യനിന്ന് ഗ്രഹിച്ചു കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ സങ്കല്പത്തിൽ ഒരുപാട് ഉയരങ്ങളുണ്ട് പിടിച്ചടക്കുവാനായിട്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ, ചരിത്രത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ ദൈവം മനുഷ്യനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ക്ഷണികനാണ് മനുഷ്യൻ, എത്ര നിസ്സാരനാണ് മനുഷ്യൻ. സമീപകാലത്തുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ നീലഗിരി പ്രദേശത്ത് ഉന്നത ഒരു ഉദ്യോഗസ്ഥൻ ഹെലികോപ്റ്റർ അപകടത്തിൽ ഹെലികോപ്റ്റർ വീണത് നീലഗിരി മലകളിലുള്ള കാട്ടുജാതിക്കാരുടെ ഇടയിൽ. ഒരല്പം വെള്ളത്തിന് വേണ്ടി കാട്ടുജാതിക്കാരോട് കെഞ്ചുന്ന നമ്മൾ കണ്ടല്ലോ. എത്ര ഉന്നതനാണെങ്കിലും ആപത്ത് നേരത്ത് ആരോടാണ് സഹായം അഭ്യർത്ഥിക്കേണ്ടത്? അതുകൊണ്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്, എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. അനർത്ഥം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. പ്രതീക്ഷിക്കാത്ത സമയത്താണ്. വലിയ ഉന്നതങ്ങളിൽ വിരാജിക്കുമ്പോഴായിരിക്കും. ഉന്നതങ്ങളിൽ നിന്നുള്ള വീഴ്ചയാണ് ഭയങ്കരം. താഴെ നിൽക്കുന്നവന് വീണാലും വലിയ പരിക്കൊന്നും ഏൽക്കുകയില്ല. അതേസമയം ഉന്നതങ്ങളിൽ നിന്നും ഔന്നത്യത്തിൽ നിന്നും വീണാൽ വളരെയധികം അത് നമുക്ക് പ്രയാസം വരുത്തുന്ന അനുഭവങ്ങളാകും, നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന അനുഭവങ്ങളാകും. അതുകൊണ്ട് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്, നിനക്കായി നീ വൻ കാര്യങ്ങളെ ആഗ്രഹിക്കരുത്. എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല കർത്താവേ എന്ന് ഒരു പ്രാർത്ഥന സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ സംരക്ഷണയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു, ദൈവത്തിൻ്റെ കരുതലിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകുവാൻ ഇടയില്ല. എന്നെ അറിയുന്ന ദൈവം, എൻ്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം, അന്ത്യം വരെ എന്നെ കാക്കാമെന്ന് പറഞ്ഞിട്ടുള്ളവൻ, വാക്ക് മാറാത്തവൻ, ആ ദൈവം കൂടെയുള്ളപ്പോൾ, കൂടെയുണ്ടെന്നുള്ള ഉറപ്പുള്ളപ്പോൾ ഏത് പ്രതികൂലങ്ങളെയും
അതിജീവിക്കുവാനുള്ള കൃപയും നടത്തിപ്പും ലഭിക്കും. മുൻപിൽ ചെങ്കടലും പിന്നിൽ ഫറവോൻ്റെ പ്രതികാരാത്മകമായ സമീപനവും കണ്ട മോശ ദൈവത്തോട് നിലവിളിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് അവൻ യാത്ര പുറപ്പെട്ടു. അവസാനം ചെങ്കടലിന് മുൻപിൽ വന്നപ്പോൾ പിന്നോട്ടും പോകാനൊക്കുന്നില്ല, മുൻപോട്ടും പോകാനൊക്കുന്നില്ല. ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അത്ഭുതകരമായി ഇറങ്ങി വന്ന് ചെങ്കടലിനെ വിഭജിക്കുവാനുള്ള മാർഗം, ഇതിൻ്റെ കൈ നീട്ടുക, ഇതിൻ്റെ വടി നീട്ടുക, ഇതിൻ്റെ കയ്യിലുള്ളത് എടുത്ത് ഉപയോഗിക്കുക. മറ്റൊന്നും സഹായമില്ല. ഇതിൻ്റെ കയ്യിലെന്താണുള്ളത്? നമുക്ക് പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ കയ്യിലുള്ളത് യഹോവയിലുള്ള ആശ്രയവും സങ്കേതവുമാണ്. കഷ്ടത്തിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത ശരണമായിരിക്കുന്നു. നമുക്ക് ധാരാളം അനുഭവങ്ങൾ, നമ്മുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങൾ ഇതൊക്കെയും കേട്ട് അറിവുള്ളതല്ലേ. ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകൾ അത് ശാശ്വതമായ കൽപ്പനകളാകുന്നു. കാലഘട്ടത്തിനൊത്ത് അവ മാറുന്നില്ല. ജീവിതത്തിൽ നാം നിസ്സാരരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് താഴ്മയോടെ ജീവിക്കുക. മനുഷ്യ, നല്ലത് എന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളെ ഓർപ്പിക്കുക. നീതിയും ന്യായവും പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ മുൻപിൽ താഴ്മയോടെ നടക്കുക. ഞാൻ നടക്കുന്നതും ഇരിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ദൈവത്തിൻ്റെ മുൻപിലാണ്. ദൈവം എന്നെ കാണുന്നുണ്ട്. ഞാൻ വിനയത്തോടെ മാത്രം ഈ ലോക ജീവിതം നയിക്കുകയാണെങ്കിൽ ദൈവം എന്നെ അന്ത്യം വരെ ശുഭകരമായി നടത്തുവാൻ ശക്തനാകുന്നു. ദൈവം കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ മാറ്റുവാൻ ആർക്കും സാധ്യമല്ല. അവനെ നീട്ടിയ ഭുജത്തെ മടക്കുവാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ ദൈവം സൈന്യങ്ങളുടെ ദൈവമാണ്. ദൈവത്തിൻ്റെ സൈന്യം 1000 കോടിയുമാകുന്നു എന്ന സങ്കീർത്തനത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ദൈവം എത്ര ശക്തനാണ്! നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! എല്ലാറ്റിനുമുപരി നമ്മുടെ ദൈവം സർവ്വദയാലുവും കരുണാസമ്പന്നനുമാണ്. കരുണാക്കടലാണ്. എപ്പോൾ നാം മനസ്താപത്തോടെ സന്നിധിയിൽ അടുത്ത് ചെന്നാലും നമ്മെ സ്വീകരിക്കുവാൻ മനസ്സുള്ളൊരു ദൈവമാണ്. വീണ്ടും നമ്മെ എടുത്ത് ഉപയോഗിച്ച് ഫലകരമായി ജീവിതം നയിക്കുവാൻ, നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. നമ്മുടെ ദൈവത്തെ സ്തോത്രം ചെയ്യാം.